ഭഗവാൻ തിരുമനസ്സിനെ വന്നിച്ചും ആചാര്യന്മാരെ വന്നിച്ചും ഭക്തജനങ്ങൾക്ക് എന്റെ നമസ്കാരം. കീർത്തനത്തിന്റെ 4-ാം ഭാഗത്തിലേക്ക് കിടക്കാം. അവിടെയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. ഭഗവാന് ദർശനമുണ്ടായി. ആ ഉദ്ദേശത്തെ ഭഗവാൻ അന്വേഷിച്ച് തപസ് ചെയ്ത് കണ്ടുപിടിച്ച് ആദർശം സ്ഥാപിച്ച് നമ്മൾ എന്തിനാണോ ജന്മം എടുക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ജന്മം എടുക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഭഗവാൻ അത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രയത്നിച്ച് തന്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിച്ചു. പൂർണ്ണ സ്വരൂപനായി സമ്പൂർണ്ണ അവതാരമായി നിലകൊള്ളുകയാണ് നമ്മൾക്കിടയിൽ. കീർത്തനം ഇങ്ങനെയാണ്: 1064-ാം ആണ്ട് വൃശ്ചിക മാസം ഒരു 3-ാം ദിനം. വൃശ്ചിക മാസത്തിൽ 3-ാം ദിവസം 7 നാഴിക ഇരുട്ടുള്ളപ്പോൾ മൂർത്തികൾ മൂവരും ഒത്തുചേർന്നു. മൂർത്തികൾ മൂവരും ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവനാണ് മൂർത്തികൾ മൂവരും. സൂര്യബിംബം പോലുദിച്ചുയർന്നു, ഹൃത്തടക്കാമ്പിൽ കളിയാടുന്നു. അതാണ് ഈ ആദർശമുദ്ര. ഭഗവാൻ കണ്ട ദർശനമാണ്. ഭഗവാൻ ആ ഹൃത്തടക്കാമ്പില് ഭഗവാൻ തന്നെ ആർട്ടിസ്റ്റുകളെ വിളിച്ചു വരുത്തി അത് ഡിസൈൻ ചെയ്ത് ആ പഴയ ഒറിജിനൽ ഫോട്ടോ ഇവിടെ കുടുംബത്തുണ്ട്. അത് ഒരു സീല് പോലാക്കി അത് പതിപ്പിച്ചെടുത്തു. ആ ദർശനം എന്താണെന്ന് നമ്മൾക്ക് അറിയുവാനും നമ്മൾക്ക് അതനുസരിച്ച് ആ ആത്മീയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾക്ക് മോക്ഷത്തിലെത്തുവാനുള്ള ഒരു വഴിയാണ് ആത്മബോധോദയ സംഘത്തിൽ ഉള്ളത്. സൂര്യബിംബം പോലുദിച്ചുയർന്നു, ഹൃത്തടക്കാമ്പിൽ കളിയാടുന്നു. കണ്ണാലെ 5 മഹൽ ശക്തിയെ കണ്ണുകൊണ്ടങ്ങനെ കണ്ടു കുഞ്ഞ്. കണ്ണുനീരോടും കരച്ചിലുമായി 3 ദിവസം കഴിഞ്ഞുകൂടി. ഈ ദർശനം കിട്ടുമ്പോ 3 ദിവസം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഭഗവാൻ, ബാലനായ ഭഗവാൻ കഴിഞ്ഞുകൂടി. ഇതെന്താണെന്ന് ഭഗവാന് ഒരു എത്തും പിടിയും ഇല്ലായിരുന്നു. 3 ദിവസം കഴിഞ്ഞുടനെ പൂർവസ്ഥിതിയിലടങ്ങി ശക്തി. കണ്ണാലെ എന്നുണ്ണിയെ ആരിരാരോ, ആദിശുഭാനന്ദാരിരാരോ. 1057-ാം ആണ്ട് ഐശ്വര്യമേറിയ മേടമാസം. ഈ ദർശന ഉദ്ദേശം എന്താണെന്ന് അറിയാനാണ് ഭഗവാൻ ആ 12 വയസ്സിന് ശേഷം തന്റെ മാതാപിതാക്കളുടെ കാലവിയോഗത്തിന് ശേഷം തപസ് അനുഷ്ഠിക്കുകയുണ്ടായത്. ആ ദർശന ഭഗവാൻ തപസ്സിലൂടെ അതിന്റെ ഉത്തരം കണ്ടെത്തുകയും അതിനെ അടിസ്ഥാനമാക്കിയാണ് ആത്മബോധോദയ സംഘം എന്ന സംഘം സ്ഥാപിച്ചത്. ആത്മാവിന് ബോധം ഉദയമാക്കുന്ന, അതായത് ഈശ്വരനെ തിരിച്ചറിയുവാനുള്ള ആ ഉദയ സൂര്യൻ എന്ന ജ്ഞാനത്തെ മനുഷ്യരിൽ നൽകുവാനുള്ള, അന്ധകാരത്തിൽ നിലകൊള്ളുന്ന കലിയുഗ അന്ത്യത്തിലെ മനുഷ്യജന്മങ്ങൾക്ക് ആ ഈശ്വരനെ തിരിച്ചറിയുവാനുള്ള അറിവും നിഷ്കളങ്ക ജ്ഞാനവും നൽകുവാനുള്ള കൽക്കി അവതാരമാണ് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് ഈ നിമിഷം അറിയിച്ചുകൊണ്ട് ഏവർക്കും എന്റെ നമസ്കാരത്തെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഭഗവാൻ.